മധുരമുള്ളത് എന്നാണ് ദൈവത്തിന്റെ ദാസനായ ശലോമോൻ പറയുന്നത്. മോഷ്ടിച്ച വസ്തുക്കളുടെ ഓഹരി വീതം വയ്ക്കുമ്പോൾ അത് വാങ്ങി തിന്നുന്ന ആളുകളും മോഷ്ടാവിനെ സത്യസന്ധൻ എന്ന് വിശേഷിപ്പിക്കും. എന്നാൽ മോഷണം പാപമാണെന്ന് പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകളെ കള്ളൻ എന്ന് ആളുകൾ നാമകരണം ചെയ്യും. കാലത്തിന്റെ പോക്ക് നമ്മെ വളരെയധികം അതിശയിപ്പിക്കുന്നു. മോഷ്ടിക്കുന്ന ഏത് ദ്രവ്യവും ദൈവത്തിന് പ്രസാദം ഇല്ലാത്തതാണ്. പഴയ നിയമചരിത്രത്തിൽ ഇസ്രായേൽ ജനതയുടെ ഹായ് പട്ടണത്തിന് നേരെ ഉള്ള പോരാട്ടത്തിൽ ദയനീയമായ നിലയിൽ ജനം പരാജയപ്പെടുവാൻ കാരണമായി ഭവിച്ചത് ആഖാൻ എന്ന് പറയുന്ന ഒരുവൻ ശപഥാർപ്പിത വസ്തുക്കളെ മോഷ്ടിച്ചു എന്നുള്ളതാണ്. അവൻ മോഷ്ടിച്ച വസ്തുക്കൾ 3 ആയിരുന്നു. സ്വർണ്ണക്കട്ടിയും വെള്ളിക്കട്ടിയും ഒരു വിശേഷപ്പെട്ട ബാബിലോൺ മേലങ്കിയും. അതുകൊണ്ടുവന്ന് തന്റെ കൂടാരത്തിനകത്ത് അവൻ കുഴിച്ചിട്ടു. ഏറ്റവും മുകളിൽ ബാബിലോന്യ മേലങ്കിയും ഏറ്റവും അടിയിൽ അപഹരിച്ച സ്വർണവും അതിന്റെ മുകളിൽ അപഹരിക്കപ്പെട്ട വെള്ളിയും. അകമേ മോഷണ വസ്തുക്കളുടെ പുറത്ത് മനോഹരമായ ബാബിലോന്യ മേലങ്കി. പുറം വസ്ത്രത്തിന്റെ അലങ്കാരവും ഭംഗിയും കണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ യഥാർത്ഥ അവസ്ഥയെ നിർണ്ണയിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. മോഷ്ടിച്ചതിന്റെ ഒരു വീതം ദൈവത്തിന് കൊടുത്താൽ ദൈവം അതിൽ പ്രസാദിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുകയില്ല. എന്തിനും ഏതിനും വാക്യം കണ്ടെത്തുന്നവരാണല്ലോ ആത്മീയരൂപത്തുള്ള പല ആളുകൾ. അബ്രഹാം കൊള്ളയിട്ട വിശേഷ വസ്തുക്കളിൽ 10-1 മെൽക്കീസേദെക്കിന് ദശാംശമായി കൊടുത്തു എന്നുള്ളത് കൊള്ള വസ്തുക്കളിലും ദൈവം പ്രസാദിക്കും എന്നതിലേക്ക് ഉദാഹരണമായി കാണിക്കുന്ന വിദ്വാൻമാരുമുണ്ട്. മദ്യപാനികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യമാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് നൽകുന്ന അനുമതി. നിന്റെ തുടർച്ചയായുള്ള അജീർണത നിമിത്തം ഇനിയും വെള്ളം മാത്രം കുടിക്കാതെ അസാരം വീഞ്ഞും കൂടെ സേവിച്ചു കൊള്ളുക എന്നുള്ളത്. പരമാർത്ഥ ഹൃദയമുള്ളവരെ സ്നേഹിക്കുവാൻ ആളുകളില്ല. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം. പക്ഷേ ഗുണവാന്മാർക്ക് വേണ്ടി മരിക്കുവാൻ തുനിയുമായിരിക്കും എന്നാണ് ദൈവവചനം പറയുന്നത്. ഈ വാക്കുകൾ ഞാൻ ഇവിടെ ഓർപ്പിക്കുന്നത് ഒരു വിലയേറിയ സത്യം നിങ്ങളെ ഈ നിലയിൽ ഓർപ്പിക്കാനാണ്.